ഇതൊരു നാടൻ ബ്രഹ്മസലി പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ പേർക്കായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഒരു വിശേഷമുണ്ട്. അപ്പം നമ്മൾ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും നെയ്യും ഒക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചൂടായ നെയ്യിലോട്ട് നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല മണമാണ് കേട്ടോ. മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വേവിക്കുമ്പോഴത്തേക്ക് ആ ഒരു മണം അടിപൊളിയാണ്. അപ്പം നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും അത് നല്ല രീതിയിൽ അങ്ങ് വലുതാവും. അപ്പോൾ ഈ ബ്രഹ്മസലിയൊക്കെ നല്ല രീതിയിലൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മുന്തിരിങ്ങ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ രണ്ടും കൂടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ ബ്രഹ്മസലി ഇട്ട് കൊടുക്കുകയാണ്. ബ്രഹ്മസലി നെയ്ക്കകത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നെയ്യ് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്ക് നമുക്ക് പാലൊഴിച്ചെടുക്കാം കേട്ടോ. നല്ല കട്ട പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ച് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരത്തെ ഒരു പണിയുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മളിതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിന് ആവശ്യത്തിന് വേണ്ടുന്ന പഞ്ചസാര ഇട്ട്, പിന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചത് കേട്ടോ. ഏലക്ക നല്ല രീതിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇളക്കി കൊടുക്കലാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത് അടിയിൽ പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടി ഇതിനകത്തോട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇരുന്ന് ഇതൊന്ന് സെറ്റായി വരണം. അപ്പോഴത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് വെച്ച് നമ്മളിത് അടച്ച് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോരുത്തർക്കും കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ കോരി മാറ്റിയാണ് കാണുമ്പോഴേ കുടിക്കാൻ തോന്നുന്ന അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ബ്രഹ്മസലി പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും.